ഉമ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ഫിംഗർ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് വേണ്ട സാധനങ്ങൾ: 3 കിഴങ്ങ് നല്ലതുപോലെ ഉപ്പിട്ട് പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുണ്ട്, 1 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, 1 സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ആവശ്യത്തിന്, ഉണക്കമുളക് പൊടിച്ചത് 2 സ്പൂണ്, അരിപ്പൊടി, 1 മുട്ട. ആദ്യമായിട്ട് നമുക്ക് ഈ കിഴങ്ങ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന കിഴങ്ങിലോട്ട് നമുക്ക് അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കാം. 1 സവോള അരിഞ്ഞതാണിത്. അതിലോട്ട് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വറ്റൽമുളക് പൊടിച്ചു വെച്ചത്, ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമുള്ള ഇട്ടാൽ മതി. മുട്ട, 1 മുട്ടയുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മൂന്ന് സ്പൂൺ ഇട്ട് ഒന്ന് കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 4 സ്പൂൺ അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്തായിരുന്നു. ഈ പരുവത്തിലായിട്ടുണ്ട് മാവ്. ഇത് നമുക്കിനി കൈ ശകലം എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതി എടുക്കാം. ഞാനിപ്പോൾ പൊട്ടറ്റോ ഫിംഗർ ഉണ്ടാക്കുന്നത് കാരണം നീളത്തിലാണ് എടുക്കുന്നത്. അത് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഒരുപാട് കനം വേണ്ട. അപ്പോൾ അതുപോലെ നമ്മളെല്ലാം ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ചൂടാകാൻ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ മാവിനെ ആദ്യം കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ടാണ് പിന്നെ ഉപ്പ് ചേർക്കാനത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ കുറച്ച് വെക്കാം. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ചെറു തീ കിടന്ന് വേണം ഇത് വേകാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡ് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ കോരിയെടുക്കാം. ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ചെറു തീ കിടന്ന് തന്നെ ഇത് വേകണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്കത് ഇത് വാക്കയും കൂടെ ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. പൊട്ടറ്റോ ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒന്നാണിത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.